ഹരിപ്രസാദ് വാങ്ങിയ വിവാഹ സമ്മാനം ശ്രുതിക്ക് കൊടുക്കുന്ന പ്രഭാകരൻ. ഹരിപ്രസാദ് തനിക്ക് നൽകിയ പ്രസന്റേഷൻ അണിഞ്ഞു നോക്കുന്ന ശ്രുതി. ശ്രുതിയുടെ ഭാവി വരന്റെ അമ്മാവൻ കരുണാകര പണിക്കർ സതിയമ്മയുടെ വീട്ടിലെത്തുന്നു. ഹരിപ്രസാദ് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചതിലുണ്ടായ അപവാദത്തിൽ ശ്രുതിയുടെ കല്യാണം മുടങ്ങുന്നു. നമ്മുടെ മോൻ കാരണം ശ്രുതിയുടെ കല്യാണം മുടങ്ങിയതിലുള്ള വിഷമവുമായി അച്യുതനും പ്രഭാകരനും. ലൈലയുടെ അച്ഛനും അമ്മയും പനക്കൽ വീട്ടിലെത്തുന്നു. മനീഷിനൊരു തൊഴിൽ കണ്ടിട്ടുണ്ടെന്നും അത് കഴിഞ്ഞാൽ മനീഷിന്റെയും ലൈലയുടെയും വിവാഹം നടത്തണമെന്ന് ചന്ദ്രിക. ഹരിപ്രസാദിന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമവുമായി അച്യുതൻ. ഇനി തുടർന്ന് കാണുക. തൃശ്ശൂര് ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ട്, ഇഷ്ടം പോലെ ഹോട്ടലിൽ ലോഡ്ജും ഉണ്ട്. എന്നിട്ടും നിനക്ക് ചങ്ങാതിയായി കിട്ടിയത് സജീവിനെ, താമസ സൗകര്യം ഒത്തുകിട്ടിയത് ആ പയ്യന്റെ വീട്ടിൽ. അപ്പം ദേ വരുന്നു ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ശ്രുതി. എല്ലാം മുൻകൂട്ടി പറഞ്ഞു വെച്ചതുപോലെ അല്ലേ സംഭവിക്കുന്നത്? പിന്നത്തെ കഥ പറയണ്ടല്ലോ. ശ്രുതിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നു, രേണുകയ്ക്ക് ശ്രുതിയെ ഇഷ്ടപ്പെടുന്നു, സതിയമ്മയും രേണുകയും കൂട്ടുകാരാകുന്നു, മക്കളെ തമ്മി കൂട്ടിക്കെട്ടിയാലോ എന്ന് അവരാലോചിക്കുന്നു. പക്ഷെ ഒരു ചുവട് മുന്നോട്ട് പോയപ്പം 2 ചുവട് പിന്നോട്ട് പോയി. ആര്? നീ. ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞ് പഴയ സ്ഥാനത്ത് വന്നു നിൽക്കുന്നു. ഇനി പറ, ശ്രുതി എന്തു കൊതിച്ചോ അത് നടക്കണമെന്നല്ലേ വിധി? എന്താടാ ഇത്രയ്ക്ക് അങ്ങ് ആലോചിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചു പോയ കാര്യങ്ങളാ. അതിനെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുകയാണ് അമ്മാവൻ. നീ ഈ പറഞ്ഞത് തത്വം കണ്ടിരുന്നാലേ അരി വേഗത്തില്ല മോനെ. അതിന് അരി കഴുകി അടുപ്പത്തിടണം, പാത്രത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം, പാത്രത്തിന് ഒരു മൂടിയും വേണം. എന്നിട്ട് കൈകെട്ടിയിരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അടുപ്പി തീ കത്തിക്കണം. അന്നേരം ശകലം കഴിയുമ്പം കഞ്ഞിയെങ്കിൽ കഞ്ഞി, ചോറെങ്കിൽ ചോറ് റെഡി. അത്രയും ചെയ്തില്ലെങ്കിലേ എന്നും അരി പെറുക്കിക്കൊണ്ടേയിരിക്കാം. അവിടെ കൊണ്ടും തീരുന്നില്ല നിമിത്തം. ഞാനും പ്രഭാകരനും കൂടി വിവാഹ സമ്മാനം കൊടുക്കാനാ സതിയമ്മയുടെ വീട്ടിൽ പോയത്. ഒരു കണക്കിന് അതൊരു ഒഴിഞ്ഞു മാറ്റമായിരുന്നു. ശ്രുതിയുടെ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു പരിപാടി. ആ കുട്ടിയുടെ കഴുത്തിൽ വേറൊരു പയ്യൻ താലി കെട്ടുന്നത് കാണാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ ശ്രുതിയുടെ കല്യാണത്തിന് പോവാന്ന് പറഞ്ഞതോ? അതൊരു ഭംഗിവാക്ക്. അല്ല, കല്യാണം കൂടാൻ പോകാവുന്ന നീ പറഞ്ഞതും ഭംഗിവാക്കല്ലേ? എന്നിട്ട് സംഭവിച്ചതെന്താ? പ്രസന്റേഷനും കൊണ്ട് ചെന്ന് ഞങ്ങൾ ഇരിക്കുകയാണ് പയ്യന്റെ അമ്മാവൻ വന്നത്. ഒരു റിട്ടയർഡ് SI. ആലോചിച്ചുറപ്പിച്ച കല്യാണം നടക്കില്ല എന്ന് അയാൾ പ്രഖ്യാപിച്ചു. അതിന് അയാൾ പറഞ്ഞ കാരണോ, അവിവാഹിതനായ ഏതോ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ വീട്ടിൽ അതിഥിയായിട്ട് താമസിച്ചു പോലും. അതിനെപ്പറ്റി ചില കഥകളും അവരുടെ കാതിൽ ചെന്നു. അത് വെറും കഥകളാണെന്നുള്ളതല്ലേ സത്യം? അത് നമ്മക്കറിയാം. എന്നാൽ അതാണ് സത്യമെന്ന് ആ തടിയൻ പോലീസുകാരനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? കേൾക്കാൻ അയാളൊന്ന് നിന്ന് തരണ്ടേ? എന്തായാലും കല്യാണം മുടങ്ങി. എന്റെയും പ്രഭാകരന്റെയും മുന്നിൽ വെച്ചാണ് അത് നടന്നെന്ന് ഓർക്കണം. ആരെ ആശ്വസിപ്പിക്കും? എന്ത് പറയും? സതിയമ്മയാണെങ്കിൽ ബോധം കെട്ട് താഴെ. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു ഞങ്ങള്. സതിയമ്മ പാവം. വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിൽ ആട്ടിയിറക്കുമായിരുന്നു എന്നെ നിന്റെ അച്ഛനെയും. കൊച്ചിന്റെ ഭാവി അന്ധകാരത്തിലാക്കിയിട്ട് എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് അവര് ചോദിച്ചാ എന്ത് സമാധാനം പറയും? നീ കാരണക്കാരനല്ല എന്ന് വെച്ച
മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ശ്രുതിയുടെ കല്യാണം നടക്കാതെ പോയതിനുള്ള കാരണം നിന്റെ പേരാ. അല്ലെന്ന് എത്ര വാദിച്ചാലും അതൊരു സത്യമാണ്. ആ അമ്മയുടെയും മോളുടെയും കണ്ണീരിന്റെ കഥ നിന്റെ ദേഹത്ത് വീഴാൻ പാടില്ല. ദോഷവാ. ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രമല്ല, രേണുകയുടെയും പ്രഭാകരന്റെയും കൂടി അഭിപ്രായമാണ്. മോനെ, തിരുത്താനുള്ള അവസരമാണ് മുന്നിലുള്ളത്. അന്തസ്സായിട്ട് തിരുത്താൻ നിനക്ക് ഒരു കൈ നീട്ടിക്കൊടുത്താൽ ആ കയ്യിൽ മുറുക്ക പിടിക്കും ശ്രുതി. ആ കുട്ടി അത് ആഗ്രഹിക്കുന്നുണ്ട്. സത്യമേ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴെങ്ങനെ ഞങ്ങൾ ആദ്യം പോയി സംസാരിക്കാം? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലെങ്കിൽ നിനക്ക് മാത്രമായി സത്യമ്മയുടെ വീട്ടിൽ ചെന്ന് വിവരം പറയാം. എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ ചെയ്യാം. എടാ ഹരിയേ, എടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ. ചേടാ എടാ ഹരിയേ. ഹോ. എഴുന്നേറ്റേ അമ്മേ. ഇങ്ങനെ കിടന്നാ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ അമ്മേ? എനിക്കൊന്നും വേണ്ട. ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ട്. സജീവിനെ കൂടെ വിളിക്കേ. നിങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചോ? ഞാൻ കഞ്ഞി വെച്ചു. അമ്മ ഒന്ന് എഴുന്നേറ്റ് വന്നേ. അമ്മേ, എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? എഴുന്നേറ്റേ. സജീവേട്ടൻ വന്നിട്ട് പിന്നെയും പുറത്തേക്ക് പോയി. അമ്മ വാ, കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് വന്ന് കിടക്കാം. എനിക്ക് വേണ്ട ശ്രുതി. വേണ്ടെങ്കി വേണ്ട. ഞാനും കഞ്ഞി കുടിക്കുന്നില്ല. ഉണ്ടാക്കിയത് രാവിലെ എടുത്ത് കളഞ്ഞേക്കാം. പട്ടിണി കിടക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ലേ? എന്നാ പിന്നെ വൈകിട്ട് സദ്യ ഉണ്ടാക്കായിരുന്നല്ലോ. 3 പേർക്കും കൂടി സന്തോഷമായിട്ട് ഇരുന്നുണ്ടായിരുന്നല്ലോ. നിനക്കെല്ലാം കുട്ടിക്കളിയാ. ബാക്കിയുള്ളവരുടെ ഉള്ളിലെ തീ നീ എന്താ മനസ്സിലാക്കാത്തെ? ആ തീ അണയണ്ടേ അമ്മേ? മുറിയിൽ പോയി കിടന്നത് കൊണ്ടോ ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എത്ര ആഗ്രഹിച്ചിട്ടാ ഒരു കല്യാണം ഒത്തു വന്നത്. കഷ്ടകാലം നീങ്ങി എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചപ്പോ വല്ലാത്തൊരു പരീക്ഷണം. ഇതിലും വലിയ പരീക്ഷണം സംഭവിച്ചാലും നമ്മൾ നേരിടണം. കല്യാണത്തിന് ശേഷമാണ് എന്തെങ്കിലും പറ്റിയ നമ്മൾ സഹിക്കണ്ടേ? എന്തു പറ്റാനാ? എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അവസാനമായിട്ട് സംഭവിക്കുന്ന എന്താ? അത് തന്നെ, അന്ത്യയാത്ര. ശ്രുതി, എന്റെ മനസ്സിൽ ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് അതാ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്റെ ഓർമ്മകളിൽ പോലും അയാൾ ഉണ്ടാവില്ല. പേര് സഹിതം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തോടെ അമ്മയുടെ ദുഃഖഭാവം മാറ്റിക്കൊള്ളണം. നാളെ രാവിലെ മുതൽ ഈ വീട് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മ വേഗം എണീറ്റ് വാ, ഞാൻ കഞ്ഞി വിളമ്പാം.
കഞ്ഞിയായിരുന്നു. ഇളക്കം കണ്ടാത്തൊന്നും പായസമാണെന്ന്. ഉ, ആ. അതെ, ചായ. ഓ. ഇതിൽ മധുരമൊന്നുമില്ലല്ലോ. അതെ, ചായയിൽ പഞ്ചസാര ഇട്ടില്ലെന്ന്. എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഓ, ഇതിപ്പോ ഞാൻ എങ്ങനെയാ എടുക്കുന്നേ? കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ? സ്പൂൺ എടുത്തോണ്ട് വാ. അതെ, ഇത് വഴിയമ്പലമല്ല, എന്റെ വീടാ. തോന്നുമ്പോ കയറി വരാൻ ഇത് വഴിയമ്പലമല്ല, എന്റെ വീടാണ്. എവിടെ ആയിരുന്നോ 2 ദിവസം? ആ, അതായിരുന്നോ കാര്യം? അതെ, ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു. ആരുടെ കല്യാണം? എന്റെ കൂട്ടുകാരൻ ശരത്തിന്റെ കല്യാണത്തിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആരോട് പറഞ്ഞു? എന്നോട് അഭ്യാസം എടുക്കല് മനീഷേ. ഞാൻ പറഞ്ഞതാ, അമ്മ മറന്നുപോയതാ. ഓ, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? സൂപ്പറായിരുന്നു, സൂപ്പർ കല്യാണം. കൂട്ടുകാരന് നീ എന്ത് പ്രസന്റേഷൻ കൊടുത്തു? പ്രസന്റേഷനോ? ഞാനോ? ഒന്നും കൊടുത്തില്ല. അത് മോശമായിപ്പോയി. വെറുതെ ചെന്ന് കല്യാണത്തിനങ്ങ് പങ്കെടുത്താൽ മതിയോ? എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു പതിവൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്തിരുന്നിട്ടാ ഞാൻ പ്രസന്റേഷൻ വാങ്ങിച്ചു കൊടുക്കുന്നേ? അമ്മ എനിക്ക് കാശും തരാറില്ലല്ലോ. കയ്യിൽ പൈസ വെച്ചോണ്ട് ഇങ്ങനെ പറയല്ലേ മനീഷേ. എന്റെ കയ്യിൽ എവിടുന്ന പൈസ? പിന്നെ കാശ് നീ എന്ത് ചെയ്തു? ആ കാശോ? ഏത് കാശ്? 2 ലക്ഷം രൂപ നീ എന്ത് ചെയ്തു? 2 ലക്ഷം രൂപയോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അല്ല, ഏത് പൈസയുടെ കാര്യമാ? ചായ എന്തു അമ്മേ, എന്തു പറ്റിയെന്ന് പറ. വാടാ ഇങ്ങോട്ട്, പറയാൻ ഞാൻ. ചായ കുടിക്കട്ടെ. ഇതിനകത്ത് വെച്ചിരുന്ന 2 ലക്ഷം രൂപ എവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനീഷേ, എനിക്ക് അറിഞ്ഞൂടാന്ന്. നീ എടുത്തില്ലേ? സത്യം പറ. ഇല്ലാന്ന്. ഞാനിതൊക്കെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നേ? അല്ല, കാര്യം എന്താ? എവിടുന്ന അമ്മയ്ക്ക് ഇത്രയും പണം? പിന്നതെവിടെ പോയി? ഏത് പൈസയുടെ കാര്യമാണെന്നെങ്കിലും പറ. ഇതൊരുമാതിരി ചുമ്മാ. വാടക വീട്ടിൽ വെച്ച് ആ പ്രതാപവർമ്മ കൊണ്ടുവച്ചിട്ട് പോയ പൈസയാ. അയാളുടെ തട്ടിപ്പിന് കൂട്ടു നിൽക്കാനുള്ള കൈക്കൂലി. ഞാനത് അതേപടി മാറ്റിവെച്ചു, അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ. ഇപ്പൊ പൈസ കാണുന്നില്ല. കാശും ചോദിച്ചോണ്ട് അയാൾ വന്നിരുന്നു. ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? അത്രയും പൈസ? അമ്മ എല്ലായിടത്തും നോക്കിയോ? നോക്കാൻ ഇനി ഈ വീട്ടിൽ 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. മനുഷ്യ, ഇതൊരു ചെറിയ കാര്യമല്ല. അയാൾ നാളെയോ മറ്റന്നാളോ വരും. പണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അല്ല, ഇനി വീട് മാറിയപ്പോ അവിടെ എങ്ങാനും വെച്ച് മറന്നിട്ട് പോന്നതാണോ? അല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. ദൈവത്തെ ഓർത്ത് നീ എടുത്തെങ്കിലും ഒന്ന് പറ. ഇല്ലമ്മേ. 2 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ നടക്കുക? ആ, എന്റെ ബൈക്കെങ്കിലും ഒന്ന് പണയത്തിൽ നിന്ന് എടുക്കത്തില്ലായിരുന്നോ? എനിക്ക് വയ്യ. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവേ നിവർത്തിയുള്ളൂ. പനക്കില് വന്ന് കേറി എല്ലാം സ്വസ്ഥമായെന്ന് വിചാരിച്ചതാ. സമ്മതിക്കില്ല ജീവിക്കാൻ. എന്തൊരു പരീക്ഷണ ഇത്. ആ, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ഇവിടൊന്നും ഇല്ലമ്മേ. ഇവിടെയും കാണുന്നില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? എനിക്കറിഞ്ഞൂടാ. അതെ, നമുക്ക് അമ്മേ നന്ദേച്ചി വിളിച്ച് വിവരം പറഞ്ഞാലോ? അതെ, അല്ല, അവിടെ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. 2 രൂപ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ചേച്ചിക്ക് തരാൻ മനസ്സുണ്ടാവും. അമ്മയൊന്ന് അറിയിച്ചാൽ മാത്രം മതി. ഇല്ല, ഞാൻ പറയില്ല. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. വേണ്ട. അല്ല, പിന്നെ എങ്ങനെയാ? അറിയില്ല. വരുന്നത് പോലെ വരട്ടെ.
അകത്തോട്ടിരിക്കാം. ഹരിപ്രസാദിന് ഇന്ന് ഓഫീസിൽ പോകണ്ടായിരുന്നോ? ഞാൻ ലീവ് എടുത്തു. അല്ല, സജീവനെ കണ്ടില്ല. രാവിലെ വണ്ടി എടുത്തു പോയതാ. ഓരോന്നും ബുക്ക് ചെയ്തവരെ കണ്ട് വേണ്ടെന്ന് പറയണ്ടേ? എത്ര പൈസയാ വെറുതെ പോയത്? ഒക്കെ ഓരോ വിധിയാണ് സതിയമ്മേ എന്ന് കരുതി എല്ലാം വിധിക്ക് വിട്ടുകൊടുത്തിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒന്ന് കാലിടർ വീണുപോയാൽ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കണം നമ്മൾ. മോളെവിടെ പോയി? മുകളിലെ മുറിയിലാണെന്ന് തോന്നുന്നു. ഓ ഡാ, നീ ഇങ്ങനെ ഇരിക്കാതെ അങ്ങോട്ട് ചെന്നേ. ശ്രുതിയെ കണ്ട് സംസാരിക്കേ. ചെല്ലേ. പോയിട്ട് വാ. രേണുക എന്താ വരാതിരുന്നത്? അത് അവൾക്കൊരു മടി. എങ്ങനെയാ സതിയമ്മയുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കുന്നുള്ള വിചാരമാ. ഞാനും പിള്ളേരും കൂടി വയനാട് വരെ ഒന്ന് പോകാന്ന് വിചാരിക്കുക. ഒരാഴ്ച ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. കൽപ്പറ്റയില് എൻ്റെ ഒരു കുഞ്ഞമ്മയുണ്ട്. കുറച്ച് ദിവസം അവിടെ ചെന്ന് നിൽക്കാം. മനസ്സൊന്ന് തണുത്തിട്ട് തിരിച്ചു വരാം. പിന്നൊരു കാര്യമുണ്ട്. ഇവിടുന്ന് മാറി നിന്നെന്ന് കരുതി മനസ്സിലുള്ളത് മാഞ്ഞു പോവില്ലല്ലോ. കുടിക്കാൻ എടുത്തില്ല. ചായ ഇടട്ടെ? വേണ്ട സതിയമ്മേ, ഒന്നും വേണ്ട. ഞാൻ ചായ ഇടാം. ഓ, അച്യുതായിട്ട് ഒന്ന് തുടങ്ങി വെക്കാത്തത് എന്താ? ഏടുപിടിയെന്ന് പറയുന്ന കാര്യമാണോ ഇത്? സംസാരിക്കാം. സതിയമ്മയൊന്ന് സമനിലയിൽ എത്തിക്കോട്ടെ. അപ്പോഴത്തേക്കിന് ഹരിപ്രസാദും മോളും സംസാരിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് മാഷിനറിയോ? അറിയില്ല. എന്താ? ജ്യോതിഷം. കുറെ പ്ലാനറ്റുകളുടെ പേരുരുവിടുക, നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുക, ഗ്രഹനില, ദശാസന്ധി, അങ്ങനെ കുറെ വാക്കുകളും. ഒക്കെ വെറും അസംബന്ധ, ചുമ്മാ ആളെ പറ്റിക്കാൻ. ആസ്ട്രോളജി ഒരു ശാസ്ത്രമാണെന്നാ പറയുന്നത്. അത് മോഷണം ഒരു കലയാണെന്ന് പറയുന്നത് പോലെയുള്ളൂ. ജോത്സ്യം ശരിയായിരുന്നെങ്കിൽ, അതിൽ സത്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊരു കല്യാണ വീടായിരിക്കില്ലേ? വിവാഹ തലേന്നത്തെ തിരക്കും ബഹളവും ആയിരിക്കില്ലേ? പകരം ഇവിടുത്തെ അന്തരീക്ഷം എന്താ? മരണം അറിഞ്ഞിട്ട് വരുന്നത് പോലെയാ ചിലരുടെ മുഖത്തെ റിയാക്ഷൻ. മാഷ് വന്നതും ഏതാണ്ട് അങ്ങനെയൊരു മൂഡില്ല. ആ കമ്പ്യൂട്ടർ എഞ്ചിനീയറെ ഒന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. ആരാണെന്ന് പിടികിട്ടിയോ? എന്നെ കെട്ടാനിരുന്ന ആളെ, മിസ്റ്റർ വുഡ്ബി, പ്രതിശ്രുത വരൻ. ഇനി അങ്ങനെ പറയാമോ എന്തോ? മൂപ്പരെന്നെ കെട്ടുന്നില്ലല്ലോ. ശ്രുതി ഇനി എന്തിനാ അയാളെ വിളിക്കുന്നത്? ഒരു കൺഗ്രാജുലേഷൻ പറയാൻ, കൂടാതെ ഒരു താങ്ക്സും പറയണമെന്നുണ്ടായിരുന്നു.
ഉചിതമായൊരു തീരുമാനം എടുത്തതിനാ കൺഗ്രാചുലേഷൻ. പേരുദോഷമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലേ, അഭിനന്ദിക്കണം. താങ്ക്സ് പറയുന്നത് എന്നെ രക്ഷിച്ചതിന്.